അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്ത പലാസോ പാൻറ്റിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നാണ് നോക്കുന്നത് കേട്ടോ. കൺസ്ട്രക്ഷൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരത്തെ എടുത്ത ഫ്രണ്ട് സൈഡ് നമ്മുടെ പലാസോ പാൻറ്റിൻ്റെ ക്ലോത്ത് നിവർത്തി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഫ്രണ്ട് സൈഡ് ക്രോച്ചാണ് ഈ കാണുന്നത് കേട്ടോ. ഫ്രണ്ട് സൈഡ് ഒരു ലെഗിൻ്റെ ക്രോച്ചാണ് കാണുന്നത്. ഇനി മറ്റൊരു കാലിൻ്റെ ക്രോച്ചാണ് ഇത്. നമ്മൾ നേരത്തെ ഫ്രണ്ട് സൈഡ് രണ്ടിനെ ടിക്ക് ചെയ്ത് മാറ്റി വെച്ചിരുന്നു. ഈ ടിക്ക് ചെയ്ത രണ്ട് ഫ്രണ്ട് സൈഡിൻ്റെയും ആ ടിക്ക് ചെയ്ത രണ്ട് വശങ്ങളും ചേർത്ത്, അതായത് രണ്ട് ഫ്രണ്ട് സൈഡുകളും ചേർത്ത് നമ്മൾ ക്രോച്ച് അറ്റാച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം അതിന് ഡിഫറൻസ് കയറി ഇറങ്ങിയെന്ന് വെച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ട് കറക്റ്റ് പോയിന്റിൽ കൊണ്ടുവന്ന് വയ്ക്കുക. കറക്റ്റ് പോയിന്റിൽ നിന്ന് എന്താ ഈ ക്രോച്ച് ഫുള്ളിന് യോജിപ്പിച്ചെടുക്കുക. ഒരു 4 ഇഞ്ച് ഡിസ്റ്റൻസിൽ, 1.5 ഇഞ്ച് ഡിസ്റ്റൻസിലത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇനി കെട്ടിട്ട് തയ്ക്കണം. ഇപ്പം നമ്മൾ വൺ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ അടുത്ത സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ക്രോച്ച് പോർഷൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ പരമാവധി ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതായിരുന്നു. ഞാനിപ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്കിനി അടുത്ത സൈഡും സ്റ്റിച്ച് ചെയ്യാം. നേരെ അടുത്ത ക്രോച്ചും സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് നല്ല വശങ്ങളും ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ സ്റ്റിച്ചുകൾ പരസ്പരം തിരിഞ്ഞു പോകും കേട്ടോ. ഇനി ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ രണ്ട് ക്രോച്ച് പോർഷനും ഇതാ ഇവിടെയുള്ള ക്രോച്ച് പോർഷനും ഈ ക്രോച്ച് പോർഷനും രണ്ട് തവണ വീതം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതിനെ നമ്മൾ നിവർത്തണം. അതായത് ഇവിടുത്തെ സെൻറ്ററിലത്തെ കട്ടിങ് നമ്മൾ നേരത്തെ ഉണ്ടായത് രണ്ട് കട്ടിങ് കാണുന്നില്ല. ഇവിടെ സെൻറ്ററിൽ ചെറിയൊരു വി ഷേപ്പിൽ നമ്മൾ നേരത്തെ ഒരു കട്ടിങ് കൊടുത്തിരുന്നല്ലോ. ആ കട്ടിങ്ങിൽ പിടിച്ച് നമ്മൾ പതിയെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് രണ്ടും.
അപ്പൊ ഇതുപോലെ ഇരിക്കും. ഇതുപോലെ 2 ക്രോച്ച് പോർഷനും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം ഫ്രണ്ട് പോർഷൻ കുറച്ച് ഇറങ്ങി നിൽക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ഒരു 1.5 ഇഞ്ച് ഡിഫറൻസിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിരുന്നു. ഓക്കെ, അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് പിടിക്കണം. കണ്ടോ, കറക്റ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇനി നമുക്ക് ക്രോച്ചിന് താഴേക്കുള്ള ഭാഗം, ഈ ക്രോച്ചിന്റെ താഴേക്കുള്ള ഭാഗം ചേർത്ത് പിടിച്ച് സ്റ്റിച്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് രണ്ടും കൂടെ കറക്റ്റായിട്ട് ചേർത്ത് പിടിച്ചെടുക്കുക കേട്ടോ. വെട്ടിപ്പം തന്നെ രണ്ടും കൂടെ ചേർത്ത് പിടിച്ച് സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ ചേർത്ത് പിടിച്ച് ടൈറ്റ് ഇറക്കൊന്നും ഇല്ലാതെ നിർത്തി. ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് തൂങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ നീങ്ങിപ്പോകുന്ന തുണിയാണെങ്കിൽ ഇവിടെ നമുക്ക് പിന്ന് വെച്ച് സേഫ് ആക്കാം കേട്ടോ. അതിനുശേഷം സ്റ്റിച്ച് ചെയ്താൽ മതി. ഇതിപ്പോൾ ഇവിടെ കോട്ടൺ തുണി ആയതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. ഓക്കെ, അതുപോലെ 2 വശവും ഈ പോയിന്റിൽ നിന്ന് ഡിഫറൻസ് ഒന്നും വരാത്ത പോലെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ചേർത്ത് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഈ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. നമുക്ക് ഈ പോയിന്റിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. വീണ്ടും കെട്ടിട്ട് തുടങ്ങാം. ക്രോച്ചിന്റെ ഭാഗം എത്തുമ്പോൾ രണ്ടും ചേർത്ത് പിടിക്കണം. 2 ക്രോച്ചും കറക്റ്റ് പോയിന്റിൽ വന്ന് ജോയിന്റ് ആവണം. ഇതാ നമ്മൾ ക്രോച്ച് ജോയിൻ ചെയ്ത പോർഷനിലേക്ക് എത്തുമ്പോൾ ഈ 2 ജോയിന്റും, താഴത്തെ ജോയിന്റും മേലത്തെ ജോയിന്റും ഒരേ പൊസിഷനിൽ വെച്ച് ജോയിൻ ചെയ്യണം. അതിനുശേഷം നെക്സ്റ്റ് ലൈനിലേക്ക് അടിച്ചു കൊണ്ടുവരാം കേട്ടോ. വീണ്ടും കെട്ടിട്ട് അവസാനിപ്പിക്കാം. ഞാനിത് വീണ്ടും റീസ്റ്റിച്ച് ചെയ്യുന്നുണ്ട്, ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഡബിൾ സ്റ്റിച്ച് ചെയ്യാം. അത് കുറച്ചുകൂടി സെക്യൂർഡ് ആകും. അപ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ മേലെ കൂടെ അടിക്കുക. അത് ഒരു ചെറിയൊരു പോയിന്റ് ഡിസ്റ്റൻസ് ഇട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ. നമുക്കിത് രണ്ടാമതൊന്ന് റീസ്റ്റിച്ച് ചെയ്യാം. ഈ ക്രോച്ച് ജോയിൻ ചെയ്യുന്ന പൊസിഷനിൽ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി കാണി അടുപ്പിച്ചിട്ട് അടിക്കുകയോ അതല്ലെങ്കിൽ ഒരു 2 തവണ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം കേട്ടോ.
അതല്ലെങ്കിൽ ഒരു പക്ഷെ അത് അവിടെ സ്റ്റിച്ച് വിടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. ഒരിക്കൽ അടിച്ച സ്റ്റിച്ചിന്റെ മേലെ കൂടെ വീണ്ടും സ്റ്റിച്ചിങ് വന്നു കഴിഞ്ഞാൽ അവിടെ ചുളിഞ്ഞ് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അതില്ലാതെ തൊട്ടടുത്തുകൂടി അടിക്കുക, അടിച്ചതിന്റെ മേലെ കൂടെ സ്റ്റിച്ച് വരരുത് കേട്ടോ. ഓക്കെ, കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 പോയിന്റ് കറക്റ്റായിട്ട് ചേർന്ന് വരും കേട്ടോ. അങ്ങനെ കയറി ഇറങ്ങി നിൽക്കാൻ പാടില്ല. ഓക്കെ, നമ്മുടെ പാൻറ് ക്രോച്ചും സൈഡും ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പാൻറ്റിൻ്റെ അടിഭാഗം മടക്കി ഫിനിഷ് ചെയ്യാം. ഇതിൻ്റെ അടിഭാഗം വന്നിട്ടുള്ളത് ഇപ്പം ഇതിൻ്റെ തേരുവശമാണ്. തേരുവശം ആയതുകൊണ്ട് നമ്മൾക്ക് ഇതുപോലെ 2 ഫോൾഡ് കൊടുത്തില്ലെങ്കിലും പ്രോബ്ലം ഇല്ല. ഓക്കെ, നമ്മളിവിടെ കട്ടിങ് വന്നിട്ടില്ല. ഇത് തുണിയുടെ അറ്റമാണ്, തേരുവശമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു ഫോൾഡിലിട്ട് തയ്ച്ചാലും മതി. ഒരു ഫോൾഡിലിട്ടിട്ട് ഇതുപോലെ ഒരു ഫോൾഡ് ചെയ്തിട്ട് ഈ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് വിടാം. നോർമലി ചെയ്യേണ്ടത് ഒരു ചെറിയ ഒരു 4 ഇഞ്ചോളം ഒരു ഫോൾഡിങ് ചെയ്ത് അതിനുശേഷം അതിനെ ഒന്നുകൂടെ മടക്കിയിട്ടാണ് നമ്മൾ അടിയിൽ സ്റ്റിച്ചിങ് കൊടുക്കുക. ഇതിപ്പോൾ തേരായതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാതെ ലീവ് ചെയ്താൽ പോലും ഇതിൽ പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും വരാനില്ല കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ വേസ്റ്റ് ബാൻഡാണ് നോക്കുന്നത്. വേസ്റ്റ് ബാൻഡ് നമ്മൾ ഇലാസ്റ്റിക് ബാൻഡാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളുടെ വേസ്റ്റ് മെഷർമെൻറ്റ് നിൽക്കുന്നത് 37ആണ് നമ്മുടെ വേസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 30 ഒക്കെ മതി. അത്യാവശ്യം നല്ല റെസിലിയൻസി ഉള്ള ഇലാസ്റ്റിക് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 30 ഞാൻ എടുക്കുന്നത്. അത്യാവശ്യം 37 മേലേക്ക് നന്നായിട്ട് വലിഞ്ഞ് കിട്ടുന്നുണ്ട്. ഓക്കെ, 15 അപ്പോൾ ഒരു 31 കേട്ടോ. 31 ഇഞ്ചിൽ ഒരു ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണ് ഇത്. പിന്നെ വന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസാണ്. നമ്മൾ ഈ വേസ്റ്റ് ബാൻഡിന് വേണ്ടിയിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ നിവർത്തി അതിന് നടുവേ മടക്കിയെടുക്കുകയാണ്. അപ്പം നമുക്ക് 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണ് ഇതിൽ കൂടെ പാസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 ഇഞ്ച് ഇലാസ്റ്റിക്കിൻ്റെ ഒരു വിഡ്ത്ത് നമുക്ക് എത്രത്തോളം വേണമെന്നുള്ളത് നോക്കാം. അതായത് ഇത്രയും ഭാഗം നമുക്ക് പാൻറ്റിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് വേണം. ഇത്ര ഭാഗം, അതിനുശേഷം അവിടെ നിന്ന് ഇത്രയും ഭാഗം നമുക്ക് ഏകദേശം ഇലാസ്റ്റിക്കിന് പാസ് ചെയ്യാനായിട്ട് വേണം. ഓക്കെ, അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസിൽ നമുക്ക് ഒരു സിംഗിൾ ആയിട്ടുള്ളൊരു അടി വെച്ച് കൊടുക്കാം. അങ്ങനെ അടിക്കുന്നതിനുള്ള ബെനിഫിറ്റ് നിർബന്ധമല്ല. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇതിവിടെ ചുളുങ്ങി നമുക്കൊരു ഇത് പാൻസിൻ്റെ അല്ല, നമ്മൾ ചുരിദാറിൻ്റെ കൂടെ അല്ലാതെ ടോപ്സിൻ്റെ കൂടെ പോലും ഉപയോഗിക്കുന്ന പലാസോ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ക്രോപ്പ് ടോപ്പിൻ്റെ ഒക്കെ ഒപ്പം ഉപയോഗിക്കുന്ന പലാസോകൾക്ക് നമ്മളൊരു മുകളിലൊരു ഗാദറിങ് കാണുന്നില്ല, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഇത്രയും ഡിസ്റ്റൻസിൽ ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ് കേട്ടോ, ഈ അറ്റം വരെ. ഈ പറഞ്ഞ 2 തലയും ചേർത്ത് വയ്ക്കുക. ഞാനിപ്പോൾ നല്ല വശത്ത് തന്നെയാണ് കേട്ടോ അടിക്കുന്നത്. വീണ്ടും കെട്ടിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നത്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും മറക്കരുത് കേട്ടോ. ഏകദേശം ഇപ്പം ഞാനത് 1/2 ഇഞ്ച് വീതിയിലാണ് അടിച്ചു പോകുന്നത് കേട്ടോ. കാരണം അതിനാണ് നമ്മളൊരു 5 ഇഞ്ച് വീതിയിലാണ് ഇത് ക്ലോത്ത് എടുക്കുന്നത്.
അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ഇലാസ്റ്റിക്കിനെ ഇൻസേർട്ട് ചെയ്യാം കേട്ടോ. ഇലാസ്റ്റിക് ഇപ്പോൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ഇലാസ്റ്റിക്കിന്റെ വിഡ്ത്ത് എത്രത്തോളം വിഡ്ത്തിന് വേണ്ടി വരും എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇലാസ്റ്റിക്കിനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെച്ചതിന് ശേഷം ഇലാസ്റ്റിക്കിനകത്തോട്ട് വയ്ക്കാം. സ്റ്റിച്ചിനോട് ചേർത്ത് വെച്ചിട്ട് ഒന്ന് മറച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഇലാസ്റ്റിക്കിനോട് ചേർത്ത് വളരെയധികം ചേർത്തടിക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊരു സ്പേസ് കിടന്നോട്ടെ. അതൊരു ഗൈഡ് ലൈനായിട്ട് കൺസിഡർ ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. ഇത്ര എത്തിയതിനു ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ബാൻഡ് അടിച്ചു വന്ന് ഇതുപോലെ ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പം ഇതിൻ്റെ ഈ രണ്ട് വശങ്ങളും നമുക്ക് ചേർത്തടിക്കണം കേട്ടോ. അപ്പം അതെങ്ങനെയാണ് അടിക്കാൻ നോക്കാം. ആദ്യം ഇതിൻ്റെ ഈ രണ്ട് നല്ല വശങ്ങളും തമ്മിൽ ഫേസ് ടു ഫേസ് വയ്ക്കാം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. അപ്പോഴാണ് ഇത് ഉള്ളിലേക്ക് പോകുള്ളൂ. നല്ല വശങ്ങൾ ഒരൊറ്റത്തിൽ നിന്ന് തയ്ക്കാൻ തുടങ്ങും. വിടർത്തി പിടിച്ചിട്ട് വേണം തയ്ക്കാനായിട്ട്. ഇതല്ലെങ്കിൽ നിങ്ങൾക്കിത് ബാൻഡ് അടിച്ചു തുടങ്ങുന്നതിന് മുൻപ് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. പക്ഷെ ഇതാണ് കുറച്ചുകൂടി കംഫർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ചുളിയാതെ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. അതിനുശേഷം നിവർത്തുമ്പോൾ ഇങ്ങനെയാണ് വരിക. അതിനുശേഷം നമുക്ക് നേരത്തെ ചെയ്ത പോലെ മുകൾ ഭാഗം രണ്ടും കൂടെ ചേർത്തൊന്ന് ഫിനിഷിങ് കൊടുക്കാം കേട്ടോ. നേരത്തെ നമ്മൾ അടിച്ച് നിർത്തിയെടുത്ത് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് വീണ്ടും സ്റ്റിച്ചിങ് റീസ്റ്റാർട്ട് ചെയ്യാം. ഇനി ഇവിടെ ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്. ഇത് നമുക്ക് ഇലാസ്റ്റിക് കിടക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ ഇലാസ്റ്റിക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ നോക്കാം. നമ്മൾ ഇലാസ്റ്റിക്കിൽ നീഡിൽ കുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഓപ്പൺ ആയിരിക്കുന്ന ഭാഗത്ത് കൂടെ കയറ്റിയെടുക്കാം കേട്ടോ.
ഇലാസ്റ്റിക് രണ്ട് സൈഡും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. സിക്സ് സൈഡായിട്ട് അടയ്ക്കുന്നത് നമ്മുടെ ഇലാസ്റ്റിക് പെട്ടെന്ന് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയതാണ് കേട്ടോ. ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ ബാൻഡിൻ്റെ രണ്ട് വശവും സെൻട്രലായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. സെൻട്രൽ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്തിടാം. വലിച്ചു പിടിച്ചിട്ട് മാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പക്ഷേ മെഷർമെന്റ് തെറ്റാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇവിടെയാണ് സെൻറ്റർ വരുന്നത്. ഇതാണ് രണ്ട് സൈഡിലും നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഈ അടുത്ത രണ്ട് സൈഡിലും സെൻറ്റർ മാർക്ക് ചെയ്യും. ഈ രണ്ട് സെൻറ്റേഴ്സും ചേർത്ത് പിടിക്കുക. രണ്ട് സെൻറ്റേഴ്സ് ചേർത്ത് പിടിച്ചതിന് ശേഷം രണ്ട് വശത്തേക്കും വലിച്ചു നോക്കാം. അതിന് മുൻപായിട്ട് നമുക്ക് ഈ ഇലാസ്റ്റിക് ഇട്ട ഹോള് ഹൈഡ് ചെയ്യാം കേട്ടോ. ഇലാസ്റ്റിക് ഇട്ട ഹോൾ നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി വീണ്ടും നമ്മൾ നേരത്തെ അടലപ്പിടിക്കുക രണ്ട് സെൻറ്റർ പോർഷനും പിടിച്ച് വലിച്ച് അടുത്ത രണ്ട് സെൻറ്ററുകളിൽ മാർക്ക് ചെയ്യും. ക്ലോസിനായിട്ട് ഏകദേശം ഇതായിട്ട് സെൻറ്ററായിട്ട് വരും കേട്ടോ. നമ്മൾ 4 പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് നമ്മളുടെ തയ്ച്ചു വെച്ച പലാസോന്റെ ടോപ്പ് പോർഷൻ എടുക്കാം. ടോപ്പ് പോർഷനിൽ ഇലാസ്റ്റിക് നമുക്ക് ഫിക്സ് ചെയ്യണം. ഇലാസ്റ്റിക് ഫിക്സ് ചെയ്യാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സെൻറ്റർ പോർഷനെ ക്രോച്ചിനോട് ചേർത്ത് വെച്ചിട്ട് ഈ സെൻറ്റർ പോർഷനും ഈ ക്രോച്ചും ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് പിൻ ചെയ്യാം. ജസ്റ്റ് നമുക്കൊരു സൂചി കുത്തിയാലും മതി. നമുക്ക് പോയിന്റ്സ് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് മാർക്ക് ചെയ്തിട്ടുള്ള സെൻറ്ററിനെ മറച്ചു വെച്ച് ഈ ക്രോച്ചിനോട് ചേർത്ത് വെച്ച് ഈ ക്രോച്ച് ജോയിൻ ചെയ്ത ഭാഗത്തോട് ചേർത്ത് വെച്ച് അത് അവിടെയും പിൻ ചെയ്യാം. ഇനി അടുത്തത് ഈ വരുന്ന സെൻറ്റർ പോർഷൻ, അതായത് നമ്മുടെ സൈഡിൽ വരുന്ന സെൻറ്റർ ഭാഗം ഉണ്ടായിരുന്നു മടക്കെ, അങ്ങോട്ട്
നമ്മൾ നേരത്തെ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സെൻറ്റർ പോർഷൻ ഇല്ലേ, ഇതാ ഈ മാർക്കിങ് ഈ പോർഷനോട് ചേർത്ത് വയ്ക്കുക. നിവർത്തി വെച്ചതിന് ശേഷം ഈ ജോയിന്റ് അതിനോട് ചേർത്ത് വെച്ച്, അതായത് ഈ പറയുന്ന മാർക്കിങ്ങും ഈ മാർക്കിങ്ങും രണ്ടും കൂടെ ചേർത്ത് വെച്ച് ഇവിടെയും നമുക്ക് പിൻ ചെയ്യാം. നമുക്ക് പൊസിഷൻ മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ അടുത്ത കാലിന്റെ സെൻറ്റർ പോർഷൻ ഇതാ ഇവിടെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പോർഷനിലേക്ക് നെക്സ്റ്റ് മാർക്കിങ് കൊണ്ടുവന്ന് വയ്ക്കാം. അവിടെയും പിൻ ചെയ്ത് ഉറപ്പിക്കുക കേട്ടോ. അതെ, ഈ കട്ടിങ്ങും ഈ മാർക്കിങ് രണ്ടും കൂടെ ചേർത്ത് വെച്ച് പിൻ ചെയ്യാം. അപ്പം ഇങ്ങനെയായിരിക്കും ഇരിക്കേണ്ടത്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പോർഷൻ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ഒരു 4 ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ടതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഈ ക്രോച്ചിന്റെ സെന്റർ കൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതിനുണ്ട്. ചേർത്ത് വെച്ചു. ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങണം കേട്ടോ. ഒരു 5 ഇഞ്ച് ഡിസ്റ്റൻസ് വിട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങും. വലിച്ചു പിടിച്ചടിക്കണം കേട്ടോ. ചേർത്ത് പിടിച്ച് വരുമ്പോൾ നമ്മുടെ ജോയിൻറ്റ്സ് വരുന്ന ഭാഗങ്ങളിൽ കറക്റ്റായിട്ടല്ലേ ജോയിന്റ് വരുന്നതിനൊന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് വിടാം. ഇലാസ്റ്റിക്കിന്റെ മുകളിൽ അടി വീഴരുത് കേട്ടോ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാം, ഇലാസ്റ്റിക്കിന്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യരുത്. അതുകൊണ്ട് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങിയ ഇതേ പോയിന്റിൽ വന്നപ്പോൾ ജോയിന്റ് ആയി കേട്ടോ. ഒരു തവണ കൂടി അത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. സ്റ്റിച്ച് ചേർന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. നമുക്കിതിനെ തിരിച്ചു നോക്കാം. അപ്പോൾ എനിക്ക് ഇതാണ് ഇപ്പോൾ നമ്മളുടെ പലാസോൻ്റെ ഒരു ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്കിതിന് വേണമെങ്കിൽ ഇവിടെ ഒരു ബാൻഡ് കെട്ടുന്നത് വേണമെങ്കിൽ വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ പീസ് ക്ലോത്ത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3.5 ഇഞ്ച് 3.5 ഇഞ്ച് വീതിയും ഏകദേശം ഒരു 50 ഇഞ്ച് ലെങ്ത്തും ഉള്ള ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതുകൊണ്ട് ഒരു ബാൻഡ് ഉണ്ടാക്കാം.
ബാൻഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ക്ലോത്തിൻ്റെ രണ്ട് സൈഡുണ്ട്. ആ രണ്ട് സൈഡും ചേർത്ത് ഒരു വശം കൂടുതൽ രണ്ട് എൻഡും ഈക്വലായിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ചെറിയ ഡിഫറൻസ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് ഈക്വലാക്കാം. അതിനുശേഷം ഇതിൻ്റെ നല്ല ഭാഗം ഉള്ളിലേക്ക് വരുന്ന പോലെ മടക്കണം. തുണിയുടെ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന പോലെ മടക്കണം. 2 ഫോൾഡ് ചെയ്ത് വെക്കണം. എന്നിട്ട് ചേർത്ത് പിടിച്ച് നമുക്ക് ഈ അറ്റം ഫിനിഷ് ചെയ്യാനായിട്ട് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കുക. ഇതുപോലെ ഒരു ഷേപ്പിൽ. ഓക്കെ, അപ്പോൾ രണ്ട് വശവും നമുക്ക് ഏകദേശം ആ ഒരു ഷേപ്പിൽ ഒരുമിച്ച് പിടിച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. രണ്ട് വശവും അടിച്ചതിന് ശേഷം ഇതാ നമ്മളിപ്പോൾ ഒരു ഹോളുണ്ട്, സെൻറ്ററിൽ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഗ്യാപ്പിലൂടെ ഇതിനെ പുറത്തേക്ക് എടുക്കാം കേട്ടോ. ഇതുപോലെ നെക്സ്റ്റ് സൈഡും ഉപയോഗിച്ച് ഒന്ന് പുറത്തേക്ക് എടുക്കണം കേട്ടോ. കോട്ടൺ തുണിയാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ചെയ്യാനായിട്ട്. ഷിഫോൺ സിന്തറ്റിക് ഒക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഇത് മറിച്ചെടുക്കാൻ സാധിക്കും. കോട്ടൺ തുണി അതുപോലെ അത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇനി ഈ രണ്ട് തുമ്പുകളും നമ്മൾ കത്രികയും ഉപയോഗിച്ച് ഫിനിഷിങ് കൊടുക്കണം കേട്ടോ. അതിനുശേഷം അയൺ ചെയ്തെടുക്കുക. ബെൽറ്റിന്റെ ഒരു ഓപ്പണിംഗ് പോർഷൻ ഉണ്ടായിരുന്നല്ലോ,
അത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യാം കേട്ടോ. ബെൽറ്റ് ഇതുപോലെ ഫിനിഷ് ചെയ്തതിന് ശേഷം ബെൽറ്റിന്റെ സെന്റർ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്യണം. ബെൽറ്റിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്യണം. ഇവിടെയാണ് ബെൽറ്റിന്റെ സെന്റർ വരുന്നത് കേട്ടോ. ബെൽറ്റിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് പലാസോ തന്നെ അറ്റാച്ച് ചെയ്യാം. അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ അറ്റാച്ച് ചെയ്തത് ബാക്കും ഫ്രണ്ടും ബാക്കും നമ്മൾ തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ട് ഇതാണ് നമ്മുടെ പലാസോന്റെ ഫ്രണ്ട് സൈഡ്, ഇതാണ് ബാക്ക് സൈഡ്. വരുന്നത്. കാരണം ഫ്രണ്ട് സൈഡ് നമ്മൾ നേരത്തെ തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡില് ക്രോച്ചിന്റെ ഭാഗത്തായിട്ട് ബെൽറ്റിനെ അറ്റാച്ച് ചെയ്യാം. ബാക്ക് സൈഡിൽ ഈ ജോയിന്റ് ഉണ്ടല്ലോ, ആ ജോയിന്റിനോട് ചേർത്ത് ബെൽറ്റിനെ നമുക്ക് അറ്റാച്ച് ചെയ്യാം കേട്ടോ. ബെൽറ്റ് ഇവിടെ ചേർത്ത് വെച്ച് ഒരു സിംഗിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇത് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ ഇലാസ്റ്റിക്കിന്റെ മീതെ അറ്റാച്ച് ചെയ്താൽ മതി. ഈ പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് കയറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ നിന്ന് ഈ ജോയിന്റ് തൊട്ട് ഈ ജോയിന്റിന്റെ രണ്ടിനും സെൻട്രലായിട്ട് വെച്ച് ഒറ്റ സ്റ്റിച്ച് കൊടുക്കുക. നമ്മൾ കെട്ടിട്ട് അവസാനിപ്പിക്കുക കേട്ടോ. എക്സസ് ത്രെഡുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ ഫൈനലി നമ്മുടെ ബെൽറ്റ് അടക്കം ഇതുപോലെയാണ് ഈ പലാസോ വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ രണ്ട് സൈഡിലും കൂടി വേണമെങ്കിൽ നമുക്ക് ഇവിടെ രണ്ട് സൈഡിലും കൂടി വേണമെങ്കിൽ നമുക്ക് ബെൽറ്റിന് സ്ട്രാപ്പിൽ നിന്ന് അറ്റാച്ച് ചെയ്ത് വയ്ക്കാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനത്തെ റാപ്പ് വയ്ക്കുന്ന പലാസോ നമ്മൾ ഓൾറെഡി ക്രോപ്പ് ടോപ്പിന്റെ ഒക്കെ ഒപ്പം ഉപയോഗിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അഥവാ ഇതില്ലെങ്കിൽ തന്നെയും പ്രോബ്ലം ഒന്നുമില്ല. ഇതില്ലാതെ നമുക്ക് നോർമലി ചുരിദാറിന്റെ കൂടെയും അതുപോലെ ടോപ്സിന്റെ കൂടെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പലാസോ പാൻറ്. അപ്പോൾ എല്ലാവരും അത് സ്റ്റിച്ച് ചെയ്ത് നോക്കുക.